രാംകുമാർ കോഠാരിയും ശരത് കുമാർ കോഠാരിയും. അധികമാരും കേൾക്കാത്ത രണ്ടു പേരുകൾ. കൊൽക്കത്തയിലെ ബാരാ ബസാർ പ്രദേശത്ത് ജനിച്ചു വളർന്ന ചെറുപ്പക്കാർ. രാജസ്ഥാനിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് കുടിയേറിയ മാർവാടി കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു ഈ കുട്ടികൾ. ചെറുപ്പം മുതലേ ദേശീയതയോടൊപ്പം ചേർന്നു നിന്ന ആ സ്വയം സേവകർ അയോധ്യ പരിക്രമണത്തിനായുള്ള ആഹ്വാനം അത്യാഹ്ലാദത്തോടെയാണ് എതിരേറ്റത്. 1990 ദീപാവലി നാളുകളായിരുന്നു അത്. അവരുടെ ഒരേ ഒരു സഹോദരിയായ പൂർണിമയുടെ വിവാഹ നിശ്ചയം നടന്നതും ആ സമയത്ത് തന്നെ. ആ വർഷം തന്നെ വിവാഹം നടത്താനായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം. ഒരു വശത്ത് അയോധ്യയിലെ കർസേവയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ. ജീവൻ പോയാലും കർസേവയിൽ പങ്കെടുക്കണമെന്നത് കോഠാരി സഹോദരന്മാരുടെ ഉറച്ച തീരുമാനമായിരുന്നു. എന്നാൽ തങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ വിവാഹത്തിന് നാട്ടിലില്ലാതിരിക്കുന്നത് ഇരുവർക്കും സങ്കല്പിക്കാനാകുന്നതിലും അധികവും. അവരുടെ കോളനിയിലും അയോധ്യയിലേക്കുള്ള ശിലകൾ പൂജയ്ക്കായി എത്തിത്തുടങ്ങി. അന്തരീക്ഷം രാമമന്ത്ര മുഖരിതമായി. കോഠാരി സഹോദരർക്ക് അടങ്ങിയിരിക്കാനാകുമായിരുന്നില്ല. രാമജന്മഭൂമി പ്രക്ഷോഭത്തിലേക്ക് അവർ സ്വയം ഇറങ്ങി പുറപ്പെട്ടു. RSSന്റെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിൽ ഏതാണ്ട് 100ഓളം സ്ഥലങ്ങളിൽ അവർ ശ്രീരാമജ്യോതി പൂജ സംഘടിപ്പിച്ചു. മരണം പോലും സംഭവിക്കാവുന്ന ഈ സാഹസത്തിലേക്ക് തന്റെ സഹോദരന്മാർ യാത്രയാകുന്നത് പൂർണിമയ്ക്കും സഹിക്കാനാവുമായിരുന്നില്ല. സഹോദരിയുടെ വിവാഹത്തിനു മുൻപ് തിരിച്ചെത്താം എന്നവർ മാതാപിതാക്കൾക്ക് ഉറപ്പും നൽകി. ഒരാൾ മാത്രം കർസേവയ്ക്ക് വന്നാൽ മതിയെന്ന് പ്രാദേശിക സംഘ നേതൃത്വവും അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഞങ്ങൾ രാമലക്ഷ്മണന്മാരാണെന്നും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുന്നത് ഒരുമിച്ചായിരിക്കുമെന്നും ഇരുവരും ഉറച്ചുനിന്നു. കൊൽക്കത്തയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള തീവണ്ടിയിൽ അവർ യാത്ര തുടങ്ങി. കർസേവകർക്ക് തലയിൽ കെട്ടാൻ സംഘാടകർ നൽകിയ ഷാളിൽ ഇരുവരും പേന കൊണ്ട് കഫാൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിവെച്ചു. ശവക്കച്ച എന്നാണ് അതിനർത്ഥം. വാരണാസിയിലെത്തിയ അവർ കുറച്ചു ദൂരം കൂടി മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തെങ്കിലും പോലീസ് അവരെ തടഞ്ഞു. 100ഓളം പേരുള്ള അവരുടെ സംഘം അവിടെ നിന്ന് കാൽനടയായി അയോധ്യയിലേക്ക് യാത്ര ചെയ്തു. യാത്രയിലുടനീളം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ജനങ്ങൾ അവരെ സ്വീകരിച്ചു. അവർക്ക് വെള്ളവും ഭക്ഷണവും നൽകി. തങ്ങളുടെ കുടിലുകളിലേക്ക് വിശ്രമിക്കാൻ ക്ഷണിച്ചു. ഏതാണ്ട് 200 കിലോമീറ്റർ കാൽനടയായാണ് അവർ അയോധ്യയിലെത്തിയത്. ഒരു പരുന്തുപോലും അയോധ്യയ്ക്ക് മുകളിൽ പറക്കില്ല എന്ന മുലായം സിംഗിന്റെ ഗർവിനു മുൻപിലേക്കാണ് അവർ നടന്നെത്തിയത്. ലാത്തിച്ചാർജും കണ്ണീർവാതക പ്രയോഗവും കൊണ്ടാണ് പോലീസ് അവരെ നേരിട്ടത്. പോലീസിന്റെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് കോഠാരി സഹോദരന്മാരാൽ നയിക്കപ്പെട്ട ആ സംഘം രാമജന്മഭൂമിക്കുള്ളിൽ കയറുക തന്നെ ചെയ്തു. ആ പവിത്രമായ ഭൂമിയിൽ വിജയത്തിന്റെ അടയാളമായി അവർ കാവിധ്വജം നാട്ടി. നവംബർ 2-ാം തീയതി വീണ്ടും രാമജന്മഭൂമിയിലെത്തിയ കർസേവകർ മന്ദിരത്തിനു ചുറ്റും കൂടിയിരുന്ന് ഭജനകളും രാമമന്ത്രവും ജപിക്കുകയായിരുന്നു. കോഠാരി സഹോദരരും കാര്യകർത്താക്കളായി അവിടെ ഉണ്ടായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി വചനകൾ പാടിയിരുന്ന കർസേവകരുടെ നേർക്ക് പെട്ടെന്നാണ് മുലായം സിംഗിന്റെ പോലീസ് വെടിയുതിർത്തത്. ശരത് കോഠാരിക്കാണ് ആദ്യം വെടിയേറ്റത്. അനുജന് അപകടം പറ്റിയത് കണ്ട് ഓടിയെടുത്ത രാം കോഠാരിക്ക് നേരെയും പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് പോലീസ് വെടിയുതിർത്തു. ഇരുവരും സംഭവ സ്ഥലത്തു തന്നെ ജീവത്യാഗം ചെയ്തു. അന്ന് 50 കർസേവകരാണ് പോലീസ് വെടിവെപ്പിൽ വീരബലിദാനികളായത്. പുറം ലോകം കാണുന്നതിനു മുൻപ് കയ്യിൽ കിട്ടിയ ശരീരങ്ങളെല്ലാം ഒരു വണ്ടിയിൽ കയറ്റി സരയൂ നദിയിൽ കൊണ്ടുചെന്നു തള്ളി മുലായത്തിന്റെ പോലീസ്. ആ പോലീസ് വണ്ടി എത്തുന്നതിന് മുൻപ് തന്നെ കോഠാരി സഹോദരരുടെ കൂടെ വന്ന സുഹൃത്ത് അടുത്തുള്ള ഒരു കുടിലിലേക്ക് ഇരുവരുടെയും ഭൗതികദേഹം ഒളിപ്പിച്ചു വെച്ചു. അയോധ്യാവാസികൾ അദ്ദേഹത്തെ സഹായിച്ചു. അയോധ്യാവാസികളുടെയും ഉറ്റ സുഹൃത്ത് രാജേഷിന്റെയും നേതൃത്വത്തിൽ അവിടെ ഒരു ശ്മശാനത്തിൽ കോഠാരി സഹോദരരുടെ ഭൗതികദേഹങ്ങൾ അഗ്നിയിൽ വിലയം പ്രാപിച്ചു. തൻ്റെ സഹോദരർ രാമജന്മഭൂമിക്കായി വീരത്യാഗം ചെയ്ത കഥയറിഞ്ഞ പൂർണിമ നിശ്ചയിച്ച വിവാഹം വേണ്ടെന്നു വെച്ചു. അയോധ്യയിൽ ശ്രീരാമദേവനു വേണ്ടി ഭവ്യമായ മന്ദിരം ഉയരുന്നതുവരെ താൻ വിവാഹം കഴിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. 2 വർഷം കഴിഞ്ഞ് തർക്കമന്ദിരത്തിന്റെ സ്ഥാനത്ത് താൽക്കാലിക ക്ഷേത്രമുയർന്ന് അവിടെ രാംലല്ലയുടെ പൂജകളും സമാരംഭിച്ചു. താൽക്കാലിക ക്ഷേത്രം യഥാർത്ഥ ക്ഷേത്രമാകാൻ അധികകാലമില്ലെന്നും സഹോദരരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്നും
സംഘത്തിൻ്റെയും BHPയുടെയും മുതിർന്ന നേതാക്കൾ പൂർണിമയ്ക്ക് വാക്കുകൊടുത്തു. ധർമ്മസമരത്തിൽ വീരസ്വർഗം പൂകിയവരുടെ ജീവത്യാഗം വെറുതെയായില്ല. ഇന്ന് ആ സഹോദരരുടെ ചോര വീണു കുതിർന്ന മണ്ണിൽ രാമക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ ഉയരുകയാണ്. അയോധ്യയിലെ പുതിയ രാജവീഥിക്ക് കോഠാരി സഹോദരരുടെ നാമമാണ് യോഗി ആദിത്യനാഥ് നൽകിയത്. പ്രാണപ്രതിഷ്ഠാകർമ്മത്തിനു മുന്നോടിയായി രാംലല്ലയുടെ എഴുന്നള്ളത്ത് ആ രാജവീഥിയിലൂടെ കടന്നു പോകുമ്പോൾ വീരസ്വർഗത്തിലിരുന്ന് അന്ന് ജീവൻ വെടിഞ്ഞ ധീരബലിദാനികൾ പുഷ്പവൃഷ്ടി നടത്തും. അതിന് സാക്ഷിയായി പൂർണിമ കോഠാരിയോടൊപ്പം വീരത്യാഗം ചെയ്തവരുടെയെല്ലാം ഉറ്റ ബന്ധുക്കളും അയോധ്യയിലുണ്ടാവും. വീരസ്വർഗത്തിൽ അന്ന് ദീപാവലിയായിരിക്കും.